നീ ഇട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇട്ടിട്ടുണ്ടോടാ? ഡാടാ ഇട്ടിട്ടുണ്ടോന്ന്? എന്ത്? ഷഡ്ഡി ബോക്സർ ഇട്ടിട്ടുണ്ട്. കാണിച്ചു കൊടുക്കടാ എന്നതാ ചെയ്യേണ്ടത്. അനീഷേ എഴുന്നേക്കടാ, അങ്ങോട്ട് മാറി നിൽക്കടാ, അഴിക്കടാ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്നാത്രടാ നീ ഓടിയത്? അനീഷേ എന്നതാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്നതാ ഞാൻ ചോദിക്കുമ്പോ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഈ ബാഗിൽ എന്നാടാ? അത് അനീഷേ താടാ. ഇവനൊരു മെഡിക്കൽ റെപ്പാന്നാ തോന്നുന്നു സാറേ. ആന്നോടാ? ഒറ്റ ചവിട്ട് വെച്ചല്ലോ. എണീക്കടാ പോലെയാടി മോനെ. അഴിക്കടാ അഴിക്കടാ റപ്പേ. ആഹാ ഇതുവഴി പോയാ കോട്ടയത്ത് എത്താവുന്ന ഒരാൾ പറഞ്ഞു. അതാ ഇതിലേ വന്നത്. എടോ അനീഷേ, സാർ ഇതുവഴി പോയാ കോട്ടയോ? ഇതുവഴി പോയാ മൂന്നാറ്, തേനി, കമ്പം, പിന്നെ കുറച്ചുകൂടി പോയാ ബംഗാൾ ഉൾക്കടല്. ഓവറാ കേട്ടോ. സാർ ആളാരാ? മോന. അപ്പോ താനാരാ? മോളാ? ഞാൻ അതെ. ഇന്നിനിപ്പോ എങ്ങനെ കോഴിക്കോട് വരെ എത്തും? അത് കൊല്ലത്തുനിന്ന് ഇതുവരെ എത്തിയില്ലേ? അതുപോലെ. കോട്ടയം വരെ ഇവിടുന്ന് ഒരു വണ്ടി പോകുന്നുണ്ട്. എന്താ പോണോ? ബ്രോ, തൻ്റെ ചെയ്യേണ്ട വല്ല വിവരമുണ്ടോ? ഇല്ലടാ. എന്താണ് ആക്ച്വലി എന്താണ് പുള്ളിക്ക് പറ്റിയത്? ഇന്നലെ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞു പോയതാ. കോൺഫറൻസ് എന്തൊക്കെയോ. ഇപ്പം ആള് മിസ്സിങ് ആണ്. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോണോ? പക്ഷെ പോലീസിനെയും പട്ടാളത്തേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസും പട്ടാളൊക്കെ അവിടെ നിൽക്കട്ടെ. അവര് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തൻ്റെ ചേട്ടനാ നമുക്ക് കണ്ടുപിടിച്ചാലാ? എങ്ങനെ? ഇവിടുന്ന് ഇനി എങ്ങനെയാണാവോ? ഞാനിപ്പോ വരാം. ഇന്ത്യൻ ഭരണഘടനയിൽ എനിക്ക് പരിപൂർണ വിശ്വാസമാണ്. എനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൂഢാലോചനയാണെന്നും എന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്ന് ഞാനും എന്റെ പാർട്ടിയും അണികളും അടിയുറച്ച് വിശ്വസിക്കുന്നു. വകുപ്പിൽ എന്തെങ്കിലും അഴിച്ചുപണി Sir, if the court proves otherwise, will you approach the High Court? See, the court won't prove. Otherwise, I am very sure about that. ഇങ്ങനെ ഒരു ഹർത്താൽ ദിവസം സാറിന് ഇവിടെ എത്താൻ ബുദ്ധിമുട്ടായോ? ഞാൻ ഇന്നലെ ഇവിടെ എന്റെ വീട്ടിലുണ്ടായിരുന്നു. ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ. ഹർത്താലൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല. സാറിന് ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ഇതാരാ? ഞാൻ എറണാകുളത്തേക്കാ. കളപ്പുരയ്ക്കൽ ബിഷപ്പ് ഹോസ്പിറ്റലാന്നേ. അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടുവരണം. ഞങ്ങൾ 3 ആളുണ്ട്. ഞങ്ങളെ കൂടെ ഒന്ന് കൂടെ കൊണ്ടുപോവോ? താങ്ക് യു സർ. ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നത്. കോഴിക്കോട് എവിടെയാന്നാ പറഞ്ഞേ? രാമനാട്ടുകര. അതങ്ങ് മലപ്പുറം ജില്ലയിലല്ലയോ? ബോർഡർ. വളരെ അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് കോഴിക്കോട് എത്താനുള്ളതാ. അതുകൊണ്ടാണ് ഞാൻ. സാറേ, അവിടെ റോഡ് ബ്ലോക്കാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ വരെ പോവുകയല്ലേ? ഇല്ല സാർ. എന്നതാ മോളുടെ പേര്? നാരായണി. ഇയാളുടെയോ? ഹരികൃഷ്ണൻ. എന്നതാ ചെയ്യുന്നേ? എംബെഡഡ് FPGA ആർക്കിടെക്ട്. ഓ, നമ്മുടെ ഫ്യൂച്ചർ. മോളെന്നതാ ചെയ്യുന്നേ? ഞാനൊരു സോഷ്യൽ വെൽഫെയർ ട്രെയിനിയാണ്.
തിരുവനന്തപുരത്ത് ഒരു എൻജിഒയുടെ കൂടെ. ഏത് എൻജിഒ? സാറിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ഹെൽത്ത്. അതെ. മുല്ലശ്ശേരി കനാൽ വഴി വല്ലതും പോയിട്ടുണ്ടോ? എന്തൊരു പൊല്യൂട്ടഡാ സാർ. അതല്ല ഏർപ്പാടാക്കി കഴിഞ്ഞു. ഇയാൾ പത്രം ഒന്നും വായിക്കാറില്ലേ? അല്ല. സാറേ അവിടെയും റോഡ് ബ്ലോക്കാ. ഓ എടാ വേ താൻ വണ്ടി പാലാക്കി തിരിച്ചു വിട്ടേ. തിരുമേനി പിന്നെ കാണാം. അല്ല അപ്പൊ ഞങ്ങള് ഓ അപ്പൊ ഇവരുടെ കാര്യം എന്നതാ ചെയ്യുന്നേ? നമുക്കിവിടെ ഈ റോഡിലിറങ്ങാൻ സാർ, തൊട്ടടുത്ത ജംഗ്ഷൻ. ആ അതാ. അല്ല അവിടുന്ന് താനൊരു കാര്യം ചെയ്യും, ഒന്ന് വിളിച്ചൊരു പോലീസ് ജീപ്പ് പറയും ഇവർക്ക് പോകാൻ വേണ്ടി. ഓ. ആ ഇനി എത്ര നേരം നടക്കണാവോ? ആവശ്യമില്ലാത്തോരോ കുസർ ചോദ്യം ചോദിച്ച് ഉള്ള വണ്ടി കൊണ്ടേ കളഞ്ഞു. പോട്ടെ, സാരില്ല സാരില്ല. ഹരി എന്തായാലും രക്ഷപ്പെട്ടു, എറണാകുളം വരെ എത്തി. ഇനി നടന്നായാലും വീട്ടിലേക്ക് പോവാലോ. ആ നമസ്തേ. ഇവിടെ ഒരു വണ്ടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. എന്തിന്? ഞങ്ങൾക്ക് പോവാൻ. നിങ്ങൾക്ക് പോവാനോ? ആ മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞില്ലേ? മിനിസ്റ്ററോ? ആ ഏത് മിനിസ്റ്റർ? ഹെൽത്ത് മിനിസ്റ്റർ. അദ്ദേഹത്തിന്റെ വണ്ടിയില്ല ഞങ്ങൾ ഇവിടം വരെ. മിനിസ്റ്ററുടെ ആരാ? മിനിസ്റ്ററുടെ മിനിസ്റ്റർ പഠിപ്പിച്ച മാഷ. ഓ വണ്ടി ഒന്നുകൂടെ കിടപ്പുണ്ട്, പക്ഷെ അത് ഓടില്ല. അതൊന്ന് ശരിയായി കിട്ടിയാ എയർപോർട്ട് വരെ ഡ്രോപ്പ് ചെയ്യാം. ശ്ശെ. വണ്ടി സ്റ്റാർട്ടായി. താനാള് കൊള്ളാലോ. ശരി. പോട്ടെ. ഇയാള് കയറുന്നില്ലേ? ഹരി അപ്പൊ വീട്ടിലേക്കല്ലേ? ഇല്ല, ഞാനും വരാം. കോഴിക്കോട്ടേക്കോ? ആ ഇവിടെ ഇറങ്ങിക്കോളൂ. ആ മിനിസ്റ്ററോട് എൻ്റെ പ്രത്യേക അന്വേഷണം പറയണം. താങ്ക് യു സർ. വലിയ ആയിക്കോട്ടെ. സാറെ പോലെ നിർത്ത് സാറേ, ഞാനും കൂടി നിന്ന്. അത് പോയി. അതും പോയാ? നിങ്ങൾ എങ്ങടേക്ക് പോണേ? കോഴിക്കോട്. ഞാൻ ചാവക്കാട്ടേക്കാ. ഓ ഞാൻ എനിക്കൊരു മോനുണ്ടായേ. ഓഹോ. ഞാൻ രാവിലെ ദുബായിൽ നിന്നുള്ള ഫ്ലൈറ്റിന് വന്നതാ. എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വണ്ടിയെല്ലാം വരുന്നുണ്ട്, പക്ഷെ അത് ഈ ഹർത്താലാരെ എവിടെയാണ്ട് പിടിച്ചു വെച്ചേക്കാ. ഞാൻ സ്റ്റേഷനിലും പോയി നോക്കി, ട്രെയിനും ഇല്ല. ഈ ഹർത്താലൊക്കെ എന്ന് തീരാവോ? ഒന്ന് വേണം ഇറങ്ങടി. ഓരോ ഇന്ത്യൻ പൗരനും ഹർത്താൽ നടത്താനുള്ള അവകാശമുണ്ട്. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഒരു പൗരന് മറ്റൊരു പൗരന്റെ റൈറ്റ് ഓഫ് മൂവ്മെന്റ് ഒബ്സ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? അതും ശരിയാണ്. ഇതൊരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് ആരും കണക്കാക്കുന്നില്ലല്ലോ. ഇതൊരു ആഘോഷമല്ലേ, അവധി. അവിടെ എന്നിട്ട് ഒറ്റ വണ്ടി കിട്ടുന്നില്ല. ബന്ധല്ലേ സുഹൃത്തെ? ഇവിടെ നിന്നാ ഇനി കിട്ടുമോ? ഞങ്ങളും അത് തന്നെയാ. എന്താ വഴി നോക്കി നിൽക്കുക.